ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം ഇസ്രായേലിന് അയൺ ഡോം ഉണ്ട്, അമേരിക്കയ്ക്ക് താഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അത് ഇസ്രായേലിനും അവർ കൊടുത്തിട്ടുണ്ട്. ഇറ്റലിക്ക് മിലാഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ഇന്ത്യക്ക് S-400 ഉണ്ട്. ആകാശ് ഇപ്പോൾ വികസിപ്പിക്കുന്നു. 2035 ആകുമ്പോഴേക്കും അമേരിക്ക വികസിപ്പിക്കാൻ പോകുന്ന ഗോൾഡൻ ഡോമിന് സമാനമായിട്ടുള്ള വലിയൊരു ഉരുക്ക് കൂടെ വികസിപ്പിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. പാകിസ്ഥാനാണെങ്കിൽ ചൈന കൊടുത്ത ഒരു ചാത്തൻ സാധനമുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം US-ൻ്റെ പ്രശസ്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള പാട്രിയേറ്റ് എന്ന് പറയുന്ന US-ൻ്റെ പ്രശസ്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനം US യുക്രൈന് കൊടുത്തിരിക്കുകയായിരുന്നു. ഈ യുക്രൈന് കൊടുത്തിരിക്കുന്ന ഈ പാട്രിയേറ്റ് സംവിധാനം റഷ്യ തവിടുപൊടിയാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുക്രൈൻ യുദ്ധങ്ങളെക്കുറിച്ച് US-നും റഷ്യയും തമ്മിലുള്ള ചർച്ചകളിൽ ഈ പ്രസിഡന്റുമാർ ഏർപ്പെട്ടിരിക്കെ റഷ്യയുടെ നൂതന ബാലിസ്റ്റിക് മിസൈലുകളിൽ യുക്രൈനുകളിൽ നാശം വിതച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ആ ചർച്ചയ്ക്ക് ഒരു അപവാദമായി ഇപ്പോൾ ഭവിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, അമേരിക്ക നൂതന പാട്രിയേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യൻ പ്രൊജക്ടൈലുകളുടെ ശക്തിക്കെതിരെ അതിൻ്റെ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും റഷ്യക്കാർ തെളിയിച്ചിരിക്കുകയാണ്. അതായത് റഷ്യയ്ക്ക് മുന്നിൽ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പോലും ഒന്നുമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. യുക്രൈനിലെ റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകൾ തടയുന്നതിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്ന് അമേരിക്കയും നിലവിൽ സമ്മതിക്കുകയാണ്. റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിൽ പരാജയപ്പെട്ട യുക്രൈനിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു അമേരിക്കൻ നൂതന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഈ പാട്രിയേറ്റ് എന്ന് പറയുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ നശിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട്. റഷ്യയുടെ നൂതന ബാലിസ്റ്റിക് മിസൈലുകളുടെ പശ്ചാത്തലത്തിൽ പാട്രിയേറ്റിന്റെ പ്രാധാന്യം തുടർച്ചയായി കുറഞ്ഞു വരികയാണെന്നും പെന്റഗൺ പുറത്തിറക്കിയ റിപ്പോർട്ട് സമ്മതിക്കുന്നതിനാൽ ഈ വികസനം ഈ സംവിധാനത്തിന്റെ ഉപയോഗക്ഷമതയെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതായത് ചൈനയുടെ ചാത്തൻ സാധനമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അവരുടെ മാർക്കറ്റ് എങ്ങനെയാണോ ഇടിഞ്ഞത്, അതുപോലെ ഈ പാട്രിയേറ്റിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് US സമ്മതിക്കുന്നത്. പാട്രിയേറ്റിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള പെന്റഗൺ റിപ്പോർട്ട് യൂറോപ്പിൽ ആശങ്ക ഉയർത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് യൂറോപ്പ് ഇതിൽ ആശങ്കപ്പെടുന്നത്? അതായത് പെന്റഗണിൻ്റെ റിപ്പോർട്ട് യുക്രൈൻ്റെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ഗുരുതരമായിട്ടുള്ള ആശങ്കകൾ ഉയർത്തുക മാത്രമല്ല, അമേരിക്കയുടെ പാട്രിയേറ്റിൻ്റെ വ്യോമ പ്രതിരോധത്തിനായി ആശ്രയിക്കുന്ന ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് ലഭിച്ച ഇസ്കാൻഡർ MKN-23 ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ വികസിപ്പിക്കുകയും അതിനെ പാട്രിയേറ്റ് വ്യോമ പ്രതിരോധം ഈ മിസൈലുകളുടെ തന്ത്രങ്ങളെ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് യുക്രൈനിൽ ഉള്ള പാട്രിയേറ്റിനെ, അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള പാട്രിയേറ്റിനെ തകർത്തത് ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് വന്ന മിസൈലുകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ റഷ്യൻ മിസൈലുകൾ വായുവിൽ നിന്ന് ആക്രോബാറ്റിക് നടത്തുകയും അവയുടെ പാത ആവർത്തിച്ച് മാറ്റുകയും ചെയ്യുന്നു. ഇത് പാട്രിയേറ്റ് അവയെ തടയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടല്ല വരുന്നത്, ഇത് അവരുടെ ദിശ മാറ്റിയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് പാട്രിയേറ്റിന് ഇത് തടയാൻ വലിയ പാടാണ്. എന്തായാലും ആകാശത്തെയും നഗരങ്ങളെയും സംരക്ഷിക്കുന്നതിനായി യുക്രൈൻ പൂർണ്ണമായും അമേരിക്കൻ പാട്രിയേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. സമീപ ആഴ്ചകളിൽ റഷ്യ വീണ്ടും യുക്രൈനിൽ തീവ്രമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി യുക്രൈൻ്റെ ഉൾപ്രദേശങ്ങളിൽ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളുമാണ് നടന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.